പ്രവാസി സുഹൃത്തുക്കൾ, ഞാൻ അകലെ നിന്നാണെങ്കിലും ജീവിതത്തിൻ്റെ പ്രാരബ്ധത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ഒക്കെ ഇടയിൽ അവർ മറുനാട്ടിലെ മലയാളികൾ അവർ അധ്വാനിക്കുന്നതിൻ്റെ അധ്വാനം കൊണ്ട് കവിത രചിച്ചവരാണ്. 2017 MT വാസുദേവൻ നായർ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഏഷ്യ വിഷൻ ഗുരുശ്രേഷ്ഠ പുരസ്കാരം ഏറ്റുവാങ്ങാൻ വേണ്ടി ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ 50,000-ഓളം വരുന്ന ഓഡിയൻസിൻ്റെ മുന്നിൽ എത്തിയപ്പോൾ ഞങ്ങളോട് സംസാരിച്ച കാര്യങ്ങൾ ഏഷ്യ വിഷൻ്റെ ആർക്കൈവ്സിൽ നിന്ന് ഇപ്പോഴിതാ ഈ ദിവസം നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. ഒപ്പം അന്ന് പുരസ്കാരം നൽകാൻ വേണ്ടി എത്തിയ ദുൽഖർ സൽമാൻ പറഞ്ഞ വാക്കുകളും നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ഒരു വലിയ ഗുരുപൂജയുടെ അനുഭവം സമ്മാനിച്ച് നിലകൊള്ളുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ ജീവിതത്തിലെ അപൂർവങ്ങളായ എന്നും ഓർമ്മിക്കാവുന്ന ചില നിമിഷങ്ങളുണ്ട്. ആ നിമിഷങ്ങളുടെ പട്ടികയിലേക്ക് ഞാൻ ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഈ ചടങ്ങും ഉൾപ്പെടുത്തുന്നു. പലവട്ടം ഞാൻ കണ്ടതാണെങ്കിലും എൻ്റേതായ വാക്കുകളാണെങ്കിലും ഇത് ദൃശ്യങ്ങളിലൂടെ സംഗീതത്തിലൂടെ വീണ്ടും എൻ്റെ മുമ്പിൽ ഇവിടെ എത്തിയപ്പോൾ അങ്ങനെയൊന്നും വികാരഭരിതനാകാത്ത ഞാൻ പോലും അല്പം വികാരഭരിതനായി. എൻ്റെ വാക്കുകളിലേക്ക് തിരിഞ്ഞ് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് ഇന്നിവിടെ എനിക്കൊരു സ്നേഹത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റേതായ ഒരു പുരസ്കാരം സമർപ്പിച്ചു. അത് ഞാൻ ഏറ്റുവാങ്ങി. ഞാൻ ഗുരുശ്രേഷ്ഠനാണോ എന്നെനിക്കറിയില്ല. പക്ഷേ എൻ്റെ എഴുത്തിൽ, എൻ്റെ കലയിൽ, എൻ്റെ പ്രവർത്തനത്തിൽ ഒക്കെ അനേകം ഗുരുശ്രേഷ്ഠന്മാരുടെ അനുഗ്രഹമുണ്ട്. എനിക്ക് അക്ഷരം പകർന്നു തന്നവർ, സാഹിത്യത്തിൽ എനിക്ക് താല്പര്യം ജനിപ്പിച്ചവർ, സിനിമയിൽ എനിക്ക് താല്പര്യമുണ്ടാക്കിയവർ, അങ്ങനെ പല മേഖലകളിലെയും ഗുരുശ്രേഷ്ഠന്മാരുടെ അനുഗ്രഹം കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഞാൻ ഇന്നിവിടെ നിൽക്കാൻ കാരണമായത്. അതിന് വേദിയൊരുക്കിയ സംഘടന, സുഹൃത്തുക്കൾ, ഇവിടുത്തെ പ്രവാസി സുഹൃത്തുക്കൾ, ഞാൻ അകലെ നിന്നാണെങ്കിലും ജീവിതത്തിൻ്റെ പ്രാരബ്ധത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ഒക്കെ ഇടയിൽ അവർ മറുനാട്ടിലെ മലയാളികൾ അവർ അധ്വാനിക്കുന്നതിൻ്റെ അധ്വാനം കൊണ്ട് കവിത രചിച്ചവരാണ്. അധ്വാനത്തിൻ്റെ കവിത എന്ന് പണ്ട് മഹാനായ മാർട്ടിൻ ഗോർക്കി പറഞ്ഞു. അധ്വാനം കൊണ്ട് കവിത രചിച്ച ആളുകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നമ്മൾ അന്വേഷിക്കുമ്പോൾ കണ്ടെത്തുക ഈ മലയാളി സുഹൃത്തുക്കളെയാണ്. അവരെ ഇവിടുത്തെ ഈ ജീവിത വ്യഗ്രതകളുടെ ഇടയിലും നമ്മളുടെ സാംസ്കാരിക ചലനങ്ങളെ, സാമൂഹ്യ ചലനങ്ങളെ എല്ലാം ശ്രദ്ധിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണല്ലോ ഇന്നിവിടെ ഒത്തുകൂടിയിട്ടുള്ള ഈ മഹാസദസ്സ്. നിങ്ങളെല്ലാവരെയും ഞാൻ മനസ്സാ വണങ്ങുന്നു. നിങ്ങളുടെ സ്നേഹത്തിന്, നിങ്ങളുടെ സാഹോദര്യത്തിന്, നിങ്ങളുടെ അനുഗ്രഹത്തിന് ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയട്ടെ. ഈ ചടങ്ങൊരുക്കിയ ഈ സദസ്സ്, പങ്കാളികളായ സദസ്സ്, ഇതിനൊരുക്കങ്ങൾ നടത്തിയ സ്ഥാപനങ്ങൾ, ഇവരെല്ലാവരോടും എൻ്റെ വിനീതമായ നന്ദിയും സ്നേഹവും പ്രകടിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഞാനിവിടെ നിൽക്കുന്നത് MT സാറിൻ്റെ വീട്ടിലെ ഒരു അംഗമായിട്ടാണ്, അല്ലാതെ ഒരു നടനായിട്ടോ എനിക്ക് തോന്നുന്നു സാറിനെ ആദരിക്കാൻ പോലും എനിക്കോ അല്ലെങ്കിൽ എൻ്റെ തലമുറയ്ക്കോ നമുക്കാർക്കും ആവില്ല. ആദരവോടെ സമർപ്പിക്കാൻ മാത്രമേ നമ്മളെ കൊണ്ട് കഴിയുള്ളൂ. അത് ദേവലോകം തുടങ്ങി
വടക്കം വീരഗാഥ, പഴശ്ശിരാജ്, ഇതുപോലെ നമുക്ക് മറക്കാൻ കഴിയാത്ത ഒരുപാട് സിനിമകൾ എൻ്റെ വാപ്പച്ചിയുടെ കരിയർ ഡിഫൈൻ ചെയ്തത് MT സാറിൻ്റെ എഴുത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ നിൽക്കുന്നതും എനിക്കൊരു ആക്ടിങ് കരിയർ ഉള്ളതും. സോ എല്ലാത്തിനും തുടക്കം കുറിച്ചത് MT സാർ തന്നെയാണ്. എൻ്റെ വലിയ ഭാഗ്യമാണ് ഇവിടെ നിൽക്കാൻ കഴിയുന്നത് തന്നെ. അതിനുള്ളൊരു ഒരു രീതിയിലും ഞാനൊന്നും ആയിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ വീടിൻ്റെ അല്ലെങ്കിൽ എൻ്റെ വാപ്പച്ചിരി അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിലെ എല്ലാവരെയും ഗുരു ആയിട്ട് അല്ലെങ്കിൽ ഗുരുസ്ഥാനത്ത് സാറാണ്. അപ്പോൾ ആ വീട്ടിലൊരു അംഗമായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഒരുപാട് നന്ദിയുണ്ട് ഏഷ്യ വിഷൻ ഫോർ ഗിവിംഗ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി ടു സ്റ്റാൻഡ് ഹിയർ നെക്സ്റ്റ് ടു സർ, സച്ച് എ ലിവിങ് ലെജൻഡ്. എനിക്ക് ദൈവത്തിന് തുല്യമാണ്. നമ്മുടെ എല്ലാ തലമുറ, നമ്മൾ ഈ ജനറേഷൻ എല്ലാവരും സാറിന് എല്ലാ പുസ്തകങ്ങളും ശരിക്കും എന്താ പറയുക, സ്റ്റുഡൻസായിട്ട് നമ്മൾ പഠിക്കണം. കാരണം ആ കേരളം, ആ മലയാളമൊക്കെ അതുപോലെ എപ്പോഴും നിലനിൽക്കണമെങ്കിൽ നമ്മളത് വായിച്ച് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകണം. ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു.